സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെയും 50 വർഷത്തേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് തുറുങ്കിലടച്ചിട്ടില്ല. അതിന് വിധി വന്നിട്ടില്ല. 10 വർഷം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു ജയിലിൽ കഴിയുന്ന സമയത്ത്, സെല്ലുലാർ ജയിലിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജയിലറയ്ക്ക് നേരെ മുൻപിലാണ് മറ്റുള്ള തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളുകളെ കൊല്ലുന്നത്. കഴുമരം തന്റെ മുന്നിൽ എല്ലാ ദിവസവും അതിൽ ആളുകളെ തൂക്കിക്കൊല്ലുന്ന ഒരു മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കും. ഒപ്പമുള്ള ആൾ മാനസികമായി തകർന്നു. ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ മനുഷ്യൻ. ശേഷം 3 വർഷം രത്നഗിരി ജയിലിൽ, അതിനുശേഷം വീണ്ടും 14 വർഷം വീട്ടുതടങ്കലിൽ, തന്റെ യൗവനത്തിലെ 27 വർഷക്കാലം ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യൻ, ജീവത്യാഗം ചെയ്ത ഒരു മനുഷ്യൻ. ഷൂ വർക്കർ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി നിരന്തരമായി ഒരു മനുഷ്യനെ അപമാനിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില പദങ്ങൾ. അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജയിലിൽ കിടക്കുന്ന സമയം വരെ സവർക്കർ ദേശീയവാദിയായിരുന്നെന്നും പിന്നീട് ബ്രിട്ടീഷുകാരന് അനുകൂലമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പ്രസ്താവന നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, വിപ്ലവങ്ങളുടെ രാജകുമാരനാണ് സവർക്കർ എന്ന് വിശേഷിപ്പിച്ചത് EMSഉം മഹാത്മാഗാന്ധിയും ഒക്കെയായിരുന്നു. ഗാന്ധി 1921 മെയ് മാസം 18-ാം തീയതി യങ് ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിന്റെ പത്രത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ഹീസ് ക്ലെവർ, ഹീസ് ബ്രേവ്, ഹീസ് എ ട്രൂ പാട്രിയോട്ട് എന്നായിരുന്നു. ഇംഗ്ലീഷ് അറിയുന്ന സാമാന്യ ധാരണയുള്ള എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതും. ഞാൻ ഡേറ്റ് സഹിതമാണല്ലോ സൂചിപ്പിച്ചത്. EMS ഭാരതത്തിന്റെ മഹാനായ പുത്രൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഇതേപോലെ നിരവധി പരാമർശങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ മാതൃകയാക്കേണ്ടവർ പറഞ്ഞത്. ഏപ്രിൽ 1933 അംബേദ്കർ ജനതാ മാഗസിനിൽ സവർക്കറെ പ്രകീർത്തിച്ച് ഇങ്ങനെ എഴുതി: അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ആത്മസമർപ്പണം ഗൗതമ ബുദ്ധന്റേതിന് സമാനമാണ്. മറ്റൊന്ന്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ആർമിയിലെ കേഡറുകളോട് എല്ലാ ദിവസവും വായിക്കാൻ നിഷ്കർഷിച്ചിരുന്ന പുസ്തകം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന സാവർക്കറുടെ പുസ്തകമായിരുന്നു. സാവർക്കറെ ഇംഗ്ലണ്ടിലേക്ക് അയച്ച് പഠിപ്പിച്ച ശ്യാമാജി കൃഷ്ണവർമ്മ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് അറിയാമോ? ബാലഗംഗാധര തിലകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1911 ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന്റെ കുറ്റം 1907 ഇംഗ്ലണ്ടിൽ മദൻലാൽ ധീംഗ്ര കഴ്സൺ വെയിലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ച് കൊന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകിയതും പ്രേരണയായതും തോക്ക് നൽകിയതും സാവർക്കർ ആയിരുന്നു എന്ന പേരിലായിരുന്നു. ATM ജാക്സന്റെ കൊലക്കേസ്, അതേപോലെ ബോംബെയിലെ ആക്ടിംഗ് ജനറൽ ആയിരുന്ന ഏൺസ്റ്റ് ഹോട്ട്സനെ വധിക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ജയിലിലടക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നും ആവേശം കൊണ്ട് ആയിരക്കണക്കിന് യുവാക്കൾ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറങ്ങി. അവരുടെയൊക്കെ ചോരയാണ്, അവരുടെയൊക്കെ ആത്മസമർപ്പണമാണ് ഇന്ന് ഈ വിമർശിക്കുന്നവർ പോലും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് സാവർക്കർ ആരായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത്. 1917 ബ്രിട്ടീഷ് ഗവൺമെന്റ് പൊതുമാപ്പ് നൽകി ജയിലിൽ കിടന്ന മുഴുവൻ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിച്ചപ്പോൾ ഒരേ ഒരാളെ മോചിപ്പിക്കാൻ തയ്യാറായില്ല. ഈ മാപ്പപേക്ഷ എന്ന് നിരന്തരം പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ക്ലെമൻസി പെറ്റീഷൻ, ഇപ്പോൾ നമ്മൾ രാഷ്ട്രപതിക്കൊക്കെ ദയാഹർജി കൊടുക്കാറുണ്ട്. ഇത് 3 or 4 തവണ കൊടുത്തയാളായിരുന്നു സാവർക്കർ. എന്തിനാണ്? തന്റെ ജീവിതം ജയിലിനുള്ളിൽ ഹോമിക്കേണ്ടതല്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ. ഈ ക്ലെമൻസി പെറ്റീഷന്റെ താഴെ അദ്ദേഹം മാപ്പ് എന്നോ ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഒരിടത്ത് മാപ്പ് എന്ന് അദ്ദേഹം, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ക്ഷമിക്കണം എന്ന് മാപ്പ് അദ്ദേഹം എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി വിനീത വിധേയനായ ഭൃത്യൻ എന്നുള്ള വാക്കാണ് പ്രശ്നമെങ്കിൽ, വിത്ത് യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ, മഹാത്മാഗാന്ധി, അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, മഹാത്മാഗാന്ധി ബ്രിട്ടൻ എഴുതിയ കത്തുകളുടെ എല്ലാം അവസാനം യുവർ മോസ്റ്റ് ഒബീഡിയന്റ് സെർവന്റ് എന്നുള്ളത് കൃത്യമായി ചേർത്തിരും. ഇതൊക്കെയാണ് മാപ്പ് എങ്കിൽ നെഹ്റു എഴുതിയതിനെയും നാം മാപ്പ് എന്ന് വിളിക്കേണ്ടി വരും. സെപ്റ്റംബർ 22, 1923 നെഹ്റു അയച്ച കത്തിൽ നെഹ്റുവിന് ഇത് താങ്ങാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഹാൻഡ് കഫ്ഡ് വിത്ത് നെഹ്റു എന്നുള്ള തന്റെ ആത്മകഥയിൽ നെഹ്റുവിനൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന സാന്താറാമിന്റെ ബുക്കാണ്, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. 2 വർഷത്തേക്ക് മാത്രം ശിക്ഷിച്ച സമയത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നെഹ്റു എഴുതി, എനിക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വസ്ത്രം ഉപയോഗിക്കാമായിരുന്നു, അദ്ദേഹത്തിന്റെ മുറിയിൽ TV ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നെഹ്റു വളരെ നേരത്തെ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന A.T. ഗിദ്വാനിയും K. ശാന്താറാം എഴുതിയ ആത്മകഥയിൽ വളരെ വ്യക്തമായി പറയും, അങ്ങനെയാണെങ്കിൽ ഇത് കൂടാതെ എന്റെ മകന് ഇങ്ങനെ കഴിയുന്നത് ബുദ്ധിമുട്ടാണ്, ആ റൂമിൽ എലിയുണ്ട് എന്ന് പറഞ്ഞ് മോത്തിലാൽ നെഹ്റു അയച്ച കത്തും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിനെ അപ്പോൾ മാപ്പെന്ന് വിളിക്കാൻ സാധിക്കത്തില്ലേ എന്നാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, S.A. ഡാംഗെ 1924 എഴുതിയ കത്താണ്. മാപ്പുകളാണല്ലോ ചർച്ച. S.A. ഡാംഗെ ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് അദ്ദേഹം. ബോൾഷെവിക് കോൺസ്പിറസിയിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് കാൺപൂരിൽ അദ്ദേഹം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് എഴുതി, അദ്ദേഹത്തിനോടൊപ്പം ഒരാളും കൂടി എഴുതി, നളിനിദാസ് ഗുപ്ത,
ആ കത്തുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ കത്തുകളിൽ വളരെ വ്യക്തമായി അവർ സൂചിപ്പിക്കുന്നു, അണ്ടർഗോയിങ് സഫറിംഗ് വിത്ത് ദി കനോട്ട് സസ്റ്റെയിൻ. എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, ഇതിനുള്ളിൽ കഴിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് താങ്കൾ പറയുന്ന എന്തു പണിയും ചെയ്യാൻ ഞങ്ങളുടെ കേഡറുകളെ നിങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറാണ്. സ്വാതന്ത്ര്യ സമരത്തെ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി എന്താണോ താങ്കൾ പറയുന്നത് അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഫയൽ നമ്പർ 421 പോൾ ഹോം ഡിപ്പാർട്ട്മെന്റ് 1924. ഇതാണ് റഫറൻസ്. ഇതല്ലേ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തെ ചതിച്ചത്, വഞ്ചിച്ചത്, ഒറ്റുകൊടുത്തത്? PC ജോഷി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിമാർ ഒരാൾ കൂടിയായിരുന്ന PC ജോഷി എഴുതിയ കത്തും നമുക്ക് അവൈലബിൾ ആണ്. പ്രസ്തുത വിഷയത്തിൽ PC ജോഷിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഗാന്ധി അയച്ച കത്തും അവൈലബിൾ ആണ്. താങ്കൾ ഏത് രാഷ്ട്രത്തെക്കുറിച്ചാണ് പറയുന്നത്, എന്ത് മതേതരത്വത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ വ്യക്തമായി പരാമർശിച്ചുകൊണ്ട് ഗാന്ധിജി ശക്തമായ വിമർശനം രേഖപ്പെടുത്തിയ ഈ കത്തും നമുക്ക് അവൈലബിൾ ആണ്. മറ്റൊന്ന്, ഇത് തന്നെയാണ് അതിലും പരാമർശിച്ചിരിക്കുന്നത്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. എന്തിനും തയ്യാറാണ് എന്ന് പറയുന്നത് വെറും ഷൂനക്കൽ മാത്രമായിരിക്കുകയില്ല, കാൽനക്കൽ മാത്രമായിരിക്കുകയില്ല, എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നവനെ വാഴ്ത്തിപ്പാടുകയും 12 വർഷം 10 വർഷം തനിക്കൊരു ചെറിയ ഗുഡിസ് മുറിയിൽ മാത്രമായി ജീവിച്ച് ചക്കില് എണ്ണയാട്ടുന്ന പ്രവൃത്തി ചെയ്യുന്ന കാളയെ ഒഴിവാക്കിയിട്ട് അതിനു പകരം സാവർക്കറെ കെട്ടി ചാട്ടവാറിനടിച്ച് ഈ പണി എളുപ്പത്തിലാകാൻ ഉച്ചത്തിൽ വിളിച്ച സ്ലോഗൻ പോലും വന്ദേ മാതരം എന്നായിരുന്നു. ആൻഡമാനിലേക്ക് കൊണ്ടുപോകും വഴി കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പോരാടി വിപ്ലവ ഗാനങ്ങൾ കഴുത്തിൽ കിടന്ന തകിടിനെ കടിച്ച് കരിങ്കൽ ഭിത്തിയിൽ വിപ്ലവ ഗാനങ്ങൾ രചിച്ച വീര സാവർക്കറെ ഇങ്ങനെ അപമാനിക്കുകയും മുമ്പ് ഞാൻ ഈ പറഞ്ഞ കത്തുകളൊക്കെ എഴുതിയവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ വിപ്ലവങ്ങളുടെ രാജകുമാരൻ എന്ന് ഗാന്ധി വിളിച്ച, മൗലാന അബുൽ കലാം ആസാദ് വിശേഷിപ്പിച്ച, നേതാജി ഏറെ സ്നേഹിച്ച ഈ മഹാനായ മനുഷ്യന്റെ ചരിത്രത്തെ നമുക്ക് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാം. ഇനി അഥവാ അത് മനസ്സിലാക്കിയില്ലെങ്കിലും അപമാനിക്കാതിരിക്കാം. വോട്ടിന് വേണ്ടി